സിനിമ നമ്മൾ സുരാജിനെ വെച്ച് തെലുങ്കിൽ എടുക്കുന്നു. നല്ലമ്മ. ചിന്നയ്യ ചിന്നയ്യ നിന്നെ ഒതിലായിക്കു ചിന്നയ്യ. നല്ലമ്മ നല്ലമ്മ സമുദ്ര ഓടുവെൻസി പാടി പാടി തകുലി ചെത്തി പോത്താലു. എനിക്ക് അശ്വതി ഇഷ്ടമല്ല. കൊങ്ങിണിയിൽ എങ്ങനെ പറയും? മക്ക, അശ്വതി, ലഗന. നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്നും എന്തെങ്കിലും കാണും. പറഞ്ഞിട്ട് വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. വല്ലപ്പോഴത്തിൽ ഇറച്ചി വാങ്ങിക്കുമ്പോ വന്ന് കേറിക്കൊള്ളും. ഞാൻ സുരാജിന്റെ ഫ്രണ്ടാ. അറിയുന്ന ആൾ അമേരിക്കനാ. എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഒഴുക്കിയേക്കും. അയാള് പറയുന്നു അയാൾ ചേട്ടന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. അശ്വതി പുറത്തിറങ്ങി പറയില്ലേ നമ്മൾ രണ്ട് നല്ല ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. പക്ഷെ നമ്മൾ ക്ലോസ് ആണോ? അല്ലേ? അല്ല. Good evening and welcome to Luna's Comedy Super Night. മനസ്സിലായോ? ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കോ? നിങ്ങൾക്കല്ല, സിനിമാ നടൻ സുരാജിന്. ഞാൻ സുരാജിനെ വിളിക്കാൻ വേണ്ട, സുരാജിനെ വിളിക്കണ്ട. ആള് മനസ്സിലായോ? ഇതോ അന്ധനാ? സോറി. അയ്യോ, അന്തരൊന്നുമല്ല. അമേരിക്കയിലുള്ള സുരാജിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അല്ലേ ഈ നിൽക്കുന്ന സാറ്? ആണോ? ഓക്കേ. സുരാജൊക്കെ അമേരിക്ക പോയാ എവിടെയാ താമസിക്കുന്നേ? എവിടെയാ? സാറിന്റെ വീട്ടിലല്ലേ? സുരാജേട്ടൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല കേട്ടോ. സുരാജ് 4 മാസം മുമ്പ് സുരാജ് അമേരിക്കയിൽ ഒരു മിമിക്രി ഒക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ആയിട്ട് പോയില്ലേ? അപ്പൊ ഫുള്ളായിട്ട് എന്റെ സാറിന്റെ കൂടെ ആയിരുന്നില്ലേ? ഇപ്പൊ ഞാൻ വന്നെന്ന് അറിഞ്ഞാൽ തന്നെ ഈ ഷൂട്ടിംഗ് ഒക്കെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നു കളി പറയുന്നത്. പറയണ്ട. സുരാജേട്ടനോട് പറയണ്ട. സുരാജേട്ടൻ ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. അല്ല സാറ്, ഞാൻ ആലോചിക്കായിരുന്നു സാറിനെ ഈ ഫ്ലോറിൽ വെച്ച് സുരാജേട്ടൻ കണ്ടു കഴിഞ്ഞാ അയ്യോ, ഇവര് രണ്ടുപേരും കണ്ടു കഴിയുമ്പോ പരസ്പരം കെട്ടിയൊക്കെ പിടിക്കും. അത് കണ്ട് കുട്ടി ഞെട്ടാതിരിക്കാനാ കുട്ടിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞേ. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമൂട്. എനിക്ക് ആ വശവും ഇഷ്ടം. എനിക്കറിയാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എത്തിയ എല്ലാ അതിഥികൾക്കും എന്റെ സ്നേഹോഷ്മളമായ നമസ്കാരം, സ്വാഗതം. അതിഥികൾ എന്നൊക്കെയാണല്ലോ സംബോധന ചെയ്തത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കാണാനെത്തിയ എല്ലാ ആൾക്കാരും നമ്മുടെ അതിഥികളാണ്. ലോകമെമ്പാടുമുള്ള നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രേക്ഷകർ നമ്മുടെ അതിഥികളാണ്. അത് മനസ്സിലാക്കാം. അവരതിഥികളാവുമ്പോൾ നമ്മളാരാണ്? നമ്മൾ ആതിഥേയരാണ്. അതിഥികൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് ചേട്ടാ. നല്ല അതിഥികളുണ്ട്, മോശം അതിഥികളുണ്ട്. തീർച്ചയായിട്ടും. അതിപ്പോ ഒരു വീട്ടിൽ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലേ? അതുപോലെ തന്നെ അതിഥികളിൽ നല്ലവരും ഉണ്ടാവും, മോശപ്പെട്ട ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എന്തായാലും നമ്മൾ അതിഥികളെ നന്നായിട്ട് സൽക്കരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം അതാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. കേട്ടിട്ടില്ലേ? അതിഥി ദേവോ ഭവ. ശരിക്കും അതിഥികളെയൊക്കെ സൽക്കരിക്കാൻ മിടുക്കന്മാർ പ്രത്യേകിച്ച് മലയാളികളാണ്. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തെ ആൾക്കാരുടെ സൽക്കാരം എങ്ങനെയെന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. മുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പഞ്ചസാര തീർന്നു പോയി, ഉടനെ പറയും തൊട്ട് അപ്പുറത്തെ കൃഷ്ണന്മാരെ വീട്ടിൽ ചെന്നിട്ട് 1 ഗ്ലാസ് പഞ്ചസാര വാങ്ങിക്കൊണ്ട് വാ. തേയില, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ ഇതെല്ലാം വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ച വാങ്ങുമ്പോൾ അങ്ങ് ചേച്ചിക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലേ? മിക്ക ആൾക്കാരും പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഈ ഗ്രാമത്തില് ഒരു വീട്ടില് ഉച്ചയ്ക്കെങ്ങാനും അവരോട് പറയാതെ ഒരു ആള് ചെല്ലുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ചെല്ലുകയാണെങ്കിൽ, ഒരാൾ വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ പിന്നെ എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊന്നും റെഡിയായി കാണൂല. ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? തൊട്ടടുത്ത വീട്ടിൽ പോയി കുറച്ച് മുട്ട വാങ്ങിക്കും, കുറച്ച് പിന്നെ മീൻകറി, ഇല്ലെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് ചേരണേ, മറ്റേ സുരാജ് വീട്ടിൽ വന്ന് അയ്യോ പങ്കം തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് വാങ്ങി അവർ കൊടുക്കും. ഇഷ്ടമാണ്. ഇതെല്ലാം കൊടുത്ത് ആ ചേച്ചി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ നിറച്ച് ഇങ്ങനെ അങ്ങ് വയ്ക്കും. ആർഭാടകരമായ വിഭവസമൃദ്ധമായ ഫുഡ് ഇങ്ങനെ റെഡിയായിരിക്കും. വിയർപ്പ് ഒപ്പിയിട്ട് ആ ചേച്ചി പറയും, ടീമേശ നോക്കിയിട്ട് എന്നും എന്തെങ്കിലും കാണും, ഇന്നാണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് എന്നാലും പറയും. എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളടുത്ത് വന്ന് പറയും, പറഞ്ഞിട്ട് വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. എന്നിട്ട് പതിയെ വീണ്ടും അടുത്ത് വന്നിട്ട് പറയും, നമ്മളെ കറികളൊക്കെ പിടിച്ചാ, അയൽവക്കത്തു നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചതാണ്, നമ്മളെ കറിയൊക്കെ പിടിച്ചാ. പറഞ്ഞിട്ട് വന്നാൽ ഒരുപാട് ഉണ്ടാക്കായിരുന്നു.
ഞാനാണെങ്കിൽ അവിടെ വെച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറയും കുഴപ്പമില്ല ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം നമ്മൾ ഒരുപാടാണ് കഴിക്കണമെന്ന് പറയും. ഇതുപോലെ തന്നെ അതിഥികൾ വരുമ്പോ ഉണ്ടാവുന്ന വേറൊരു സിറ്റുവേഷൻ ഉണ്ട് ചേട്ടാ. നമ്മൾ ഈ ഞായറാഴ്ച ദിവസമൊക്കെ അവൻ ഇങ്ങനെ നോക്കിയിരിക്കും. വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണല്ലോ, കറക്റ്റാ. അന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പോത്തിനെയൊക്കെ വെട്ടുന്ന സ്ഥലമുണ്ട്. ഓ സത്യം, എന്റെ വീട്ടില് പണ്ടൊക്കെ ഞായറാഴ്ച തോറും പോത്തിറച്ചി വാങ്ങിക്കുമായിരുന്നു. അത് ഏത് ഇലയെന്ന് അറിയാം പൊതിഞ്ഞോണ്ട് വരണം. തേക്കിലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് അല്ലെ, തേക്കില, വട്ടയുടെ ഇല, അങ്ങനത്തെ ഇലകളിലൊക്കെ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുവരാം. അതൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ പിള്ളേർക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിങ്ങനെ ഉച്ചയാവാൻ വേണ്ടിയിട്ട് ക്ലോക്കിൽ നോക്കിയിരിക്കും. അപ്പൊ അടുക്കളയിൽ ഇത് നുറുക്കുന്നു, കഴുകുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, നല്ല കുരുമുളക് ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇങ്ങനെ അല്ല, അത് കുറച്ച് സമയം എടുക്കും ചേട്ടാ. ബീഫിന് എന്താ പ്രശ്നം, കുറച്ച് നന്നായിട്ട് വഴന്നാലേ ഇത് കൊള്ളുള്ളൂ. എന്നിട്ട് കറക്റ്റ് അത് കഴിക്കാറാവുന്ന സമയമാകുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ കയറി വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ പറഞ്ഞു ഒന്നും വരാൻ വേറൊരു ദിവസവും കണ്ടില്ലേ. ഇതൊക്കെ ഇപ്പൊ മനസ്സിലായല്ല. അശ്വതിയുടെ വീട്ടിൽ ഞായറാഴ്ച ദിവസം കയറി ചെല്ലരുത്, ഇത് എന്നെ മനസ്സിൽ പറയും. പിന്നെ ദുബായിലാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസവും ചെല്ലരുത്. അതാണ് മുൻകൂട്ടി ഈ കഥ ഇവിടെ പറയാൻ കാരണം. അശ്വതിയാണ് എന്റെ വീട്ടിൽ വരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ മനസ്സിൽ പറയില്ല. ഇപ്പൊ അശ്വതിയാണ് എന്റെ വീട്ടിൽ ഞായറാഴ്ച ദിവസം ഇതുപോലെ ബീഫൊക്കെ കറി വെച്ചോണ്ടിരിക്കും. വന്നൊന്ന് സങ്കല്പിക്കും, ഞാൻ ബീഫ് വിളമ്പി തരും. അശ്വതി ഇരിക്ക്, കഴിക്ക്, ബീഫ് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറയും വല്ലപ്പോഴത്തിരി ഇറച്ചി വാങ്ങിക്കുമ്പോൾ വന്ന് കയറിക്കൊള്ളും തിന്നാനായിട്ട്. അശ്വതി ഒന്നും അല്ല, ഇങ്ങനെ നമ്മൾ പറയും ഓപ്പൺ ആയിട്ട്, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. സുരാജേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരും വരില്ല. അത് നമുക്ക് മുൻകൂട്ടി അറിയാൻ ഒരു മാർഗമുണ്ട്. എന്താണ്? ഈ പണ്ടുള്ളവര് പറയാറില്ലേ, സുരാജന്റെ വീട്ടിലേക്ക് സപ്പോസ് ഒരാൾ ഇന്ന് വിരുന്ന് വരുന്നു വിചാരിക്കാം. അപ്പൊ ഇന്നേ ദിവസം ചേട്ടന്റെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന ഒരു കാക്ക വിരുന്ന് വിളിക്കും. അന്ന് ഉറപ്പായിട്ട് ഗസ്റ്റ് വരും. കാക്കൊക്കെ ഇരുന്ന് വിരുന്ന് വിളിച്ചാൽ മതിയല്ലോ. ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണ ബാക്കിയുള്ളവരല്ലേ. ഒരു കാര്യം മനസ്സിലായി, കാക്കയാണ് വിരുന്ന് വിളിച്ചെങ്കിൽ കാക്കയുടെ വീട്ടിലോട്ട് പോകണം, അല്ലാതെ എന്റെ വീട്ടിലോട്ടല്ല കയറി വരേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ട്. കാക്ക എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ വിരുന്നും വിളിച്ച് ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് നീ ആ പ്രോഗ്രാമിന്റെ അങ്ങോട്ട് പറഞ്ഞു തീർത്ത. പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സുരാജേട്ടന് ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. സസ്പെൻസ്. സർപ്രൈസ് എന്താണ്? ഞെട്ടും. പറഞ്ഞോ പറഞ്ഞോന്ന്. തിരിച്ചിട്ട മുഖം നോക്ക്. മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായില്ലേ? ഇല്ലാന്ന്. ഇപ്പൊ മനസ്സിലായോ? ഒട്ടും മനസ്സിലായില്ല. ന്യൂയോർക്ക്. ഞാൻ ഓർക്കാനാ? ഞാൻ ഓർത്തിട്ട് എന്ത് ചെയ്യാ? ഇയാള് തന്നെ ഓർത്ത് പറയണോ? പിന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക്. അമേരിക്കയിലെ ന്യൂയോർക്കോ? കൂട്ടി ഒന്ന് പറഞ്ഞു കൊടുത്ത്. സുരാജേട്ടൻ നിങ്ങൾ വന്നേ. സുരാജേട്ടൻ 4 മാസം മുമ്പ് അമേരിക്കക്ക് പോയായിരുന്നു. പോയ സമയത്ത് ഇയാളുടെ വീട്ടിലല്ലേ താമസിച്ചത്? ഞാൻ ഹോട്ടലിലല്ലേ താമസിച്ചത്, എനിക്ക് മനസ്സിലായില്ലാന്ന്. പക്ഷെ അയാൾ പറയുന്നു അയാൾ ചേട്ടന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ഇപ്പൊ അശ്വതി ഞാൻ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നു. അശ്വതി പുറത്തിറങ്ങി പറയില്ലേ നമ്മൾ രണ്ട് നല്ല ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. പക്ഷെ നമ്മൾ ക്ലോസ് ആണോ? അല്ലേ? അല്ല. ഇതുപോലെ തന്നെ ഇയാളും കയറി പറയുന്ന. ഹലോ, നിങ്ങൾ ആരാ? ന്യൂയോർക്കിൽ ഒരു ദിവസം രാവിലെ അടിച്ചു പൊളിച്ചില്ലേ, ഓർത്ത് നോക്ക്. അത് ശരി. അപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത നിങ്ങളാണല്ലേ? പിന്നെ ന്യൂയോർക്കിൽ നമ്മൾ ഒരു ദിവസം ഫുൾ പ്രോഗ്രാം കഴിഞ്ഞ് അടിച്ചു പൊളിച്ചില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ, നിങ്ങളെ പോലുള്ള ഒരാളെ പരിചയമേ ഇല്ല. പ്ലീസ് മനസ്സിലാവും. എന്താ നിങ്ങളെ പേര്? ജോർജ് വാഷിംഗ്ടൺ. അതെനിക്കറിയാം, ജോർജ് വാഷിംഗ്ടൺ. പിന്നെ ഇത് ഞാൻ ജോർജ് വാഷിംഗ്ടൺ. മനസ്സിലായ? എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. സുരാജ്, ഞാനിപ്പോ വന്നത് നിങ്ങളെ കാണാൻ മാത്രമല്ല, പുതിയൊരു പ്രൊജക്ട് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ പ്രൊജക്ടറാ? പ്രൊജക്ട്. എന്താ സംഭവം? ഞാൻ ഒരു പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഡയറക്റ്റ് ചെയ്യാനോ? നായകൻ സുരാജാണ്. ഡയറക്ഷൻ ആണോ പ്രൊഡക്ഷൻ ആണോ? പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഡയറക്ഷൻ ഓക്കെ. ഇവിടെ കിട്ടിയ എനിക്ക്, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായോ? എന്റെ പ്രൊഡ്യൂസറാണ്. ടേക്ക് റെഡിയാണ്. ആരാ സ്റ്റേജിൽ? കുള്ളനാരാ? മാറ്റൂ. കുള്ളനാരാ സ്റ്റേജിൽ? മാറ്റൂ. കുള്ളനെന്നല്ല, ചുള്ളൻ ആരാന്ന്. ഇപ്പൊ ഉള്ളേല് ചുള്ളൻ നിങ്ങളാ. അതാരാ, ഒന്ന് മാറ്റിയേക്കാവോ എന്ന് ചോദിച്ചു. തുടങ്ങാറായോ? വന്നേ. എന്തായാലും പുതിയ പ്രൊഡ്യൂസറിനെ കിട്ടിയല്ലോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കും കൂടെ ഒരു ചാൻസ്. സിനിമയിലോ? ആദ്യം നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലെത്തിരി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കും, പിന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോകണം. എന്നാ പോണം സാർ? പോണം. എനിക്ക് ഒട്ടും സമയമില്ല. പോയിട്ടാണെങ്കിൽ ഒരു പണിയുമില്ല. ആണോ? പ്രോഗ്രാം ഇപ്പൊ നടക്കാൻ പോവാണ് സാർ. ഇവിടെ ഇരിക്കണോ?
ഒന്ന് കാണാം ഗസ്റ്റ് ആയിട്ട്. എനിക്ക് താല്പര്യമില്ല. ഇല്ല, എനിക്കറിയാം അമേരിക്കയിൽ അങ്ങനെ ഈ പ്രോഗ്രാമിനൊന്നും ഒരു താല്പര്യവും കാണൂല. ഇതൊക്കെ സുരാജ്, ഇതൊക്കെ ആൾക്കാർ ചിരിക്കൂ. അറിയില്ല. ഞാൻ അമേരിക്കയിലായോണ്ട് എന്നെ ഫ്രണ്ട് തന്നെ ഇരുത്തണം. തീർച്ചയായിട്ടും ഫ്രണ്ട് ഇരിക്കണമെന്ന് അമേരിക്കയിൽ ഭയങ്കര ആഗ്രഹമാണ്. അല്ല, അല്ല, പിന്നെ നിങ്ങൾക്ക് വലിയ- നമ്മൾ ഫ്രണ്ട് ആണല്ലോ. ഓ, അങ്ങനെ ഫ്രണ്ട് ഇരിക്കണം. സാറ് ഗസ്റ്റ് ആയതുകൊണ്ട് സാറിന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം. അപ്പോ ഇനിയിപ്പോ അടുത്ത് നേരെ ആരാ ഗസ്റ്റിനെ വിളിക്കാലോ? ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള അപ്പോ സമയം. ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രിയങ്കരനായ അല്ല അതെ, നമ്മൾ ഇവിടെ സിനിമയിൽ നിന്ന് വന്ന ഗസ്റ്റുകളുണ്ട്, സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ട്. ഗസ്റ്റ് എന്ന് അല്ല, പറഞ്ഞോണ്ട് സാറ് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മള് വേറെ വിളിക്കാം. yes, okay. വിളിക്കാം കേട്ടോ. Right. ഓ, സുരാജ് ചേട്ടാ, അയാള് ദേ അവിടെ പോയിരിക്കും. തുടങ്ങിക്കോളൂ സർ. ആ ശരി. അതെ, നമ്മുടെ ഈ പിന്നെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലേ അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോണേ പ്ലീസ്. അവിടെ ഇരുത്തല്ലേ, അവിടെ ഇരുത്തല്ലേ, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് മാറ്റിക്കളാം. എവിടെയെങ്കിലും കൊണ്ടുപോകും. എനിക്ക് വൈകുന്നേരം കിട്ടിയാൽ മതി. ഞാൻ സുരാജിന്റെ കൊണ്ടുപോ, എന്നെ കാണിക്കും. ഫ്രണ്ടാ. ഞാൻ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഒഴുക്കിയേക്കും. ഇനി അടുത്ത ഗസ്റ്റിനെ വിളിക്കും, പെട്ടെന്നോട്ടെ. എന്നാലും സുരാജ് ചേട്ടാ, അയാള് ഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ അയാളെ എടുത്തിട്ട് ഇടിച്ചിട്ട് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞപ്പോഴേക്കും നിറം മാറി. ഒരു കാര്യത്തില്ല, അതിപ്പോ ഞാനെന്നല്ല പലരും അങ്ങനെയൊക്കെ സംഭവിച്ചു പോവാം. ഇനിയിപ്പോ അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഗസ്റ്റിനെ എത്രയും പെട്ടെന്ന് വിളിക്കാം. ഇന്ന് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി മലയാളത്തിലെത്തി ഇപ്പോൾ നായിക പദവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരിയായ നടി മാളവിക ഒപ്പം എത്തുന്നു. ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന് നായികയായി കിട്ടിയ സംസ്കൃതി. प्यारा है शक्ल से अकल का मारा है रे तू।
രണ്ടുപേരും മൈക്കും പിടിച്ചു. പറയൂ, സുഖം തന്നെയല്ലേ മാളവിക? ഇതിപ്പോ എത്രാമത്തെ പടമായി? ഇതിപ്പോ 15ഓളം കഴിഞ്ഞു. 15ഓളം പടം കഴിഞ്ഞു. നല്ലൊരു ക്ലാപ്പ് കൊടുക്ക. ഇപ്പൊ പുതിയൊരു പടം ചെയ്തു. ഏതായിരുന്നു? അക്കൽ ദാമയിലെ പെണ്ണ്. അക്കൽ ദാമയിലെ പെണ്ണ്. അതെങ്ങനെ കൊമേഴ്സ്യൽ സിനിമയാണോ? ഒരു അവാർഡ് മൂവി, ബട്ട് അത്ര ലൈക്ക് അവാർഡ് മൂവി എന്ന് പറയില്ലേ, നമുക്ക് അവാർഡ് കിട്ടിയതിന് ശേഷമേ അവാർഡ് മൂവി ആകുന്നുള്ളൂ. അതുവരെ മൂവി സാധാരണ സിനിമ തന്നെയാണ്. ഓക്കെ, അതില് നല്ല ഉഗ്രം ക്യാരക്ടറാന്ന് പറഞ്ഞു. മെയിൻ ക്യാരക്ടർ ആരാ നായകൻ? പറഞ്ഞു കൊടുക്ക്. വിനീത്. നഗക്ഷതത്തിലെ വിനീതിന്റെ വൈഫായിട്ടാണ്. പിന്നെ വേറൊരാളോട് ശ്വേതാ മേനോനും അതില് മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്നു അല്ലെ? അമ്മയായിട്ടോ? അമ്മയായിട്ട് ശ്വേതാ മേനോൻ, വൈഫായിട്ട് ആളാ. എന്തായാലും ഗംഭീരായിട്ടുണ്ട്. നല്ല വേഷമൊക്കെ മാളവിക ചെയ്യാറായത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? 10th കഴിഞ്ഞു, ഇനി 11th ആവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3-4 വർഷം മുമ്പാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു. ഷിക്കാർ. ഷിക്കാറിൽ അഭിനയിച്ചു. അതിൽ കണ്ടപ്പോ കുഞ്ഞു കുട്ടിയായിരുന്നു. സത്യം. അമ്മ എടുത്തോണ്ട് പാലൊക്കെ കൊടുക്കുന്ന 10th ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, കുഞ്ഞുകുട്ടി തന്നെ. ഇപ്പൊ അതിനിടയ്ക്ക് 10th ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം? സംസ്കൃതം എളുപ്പമാണ്, അപ്പൊ അതുകൊണ്ട് സംസ്കൃതം. നന്നായി. അത് മാത്രമേ എനിക്കൊരു പരിചയമുള്ളൂ. എന്നാ അടുത്ത് സംസാരിക്കാം. എന്താണ് സംസ്കൃതി? സംസാരിക്കാം. പറയൂ സംസ്കൃതി വിശേഷം. ആദ്യത്തെ ചിത്രം ബ്ലാക്ക് ബട്ടർഫ്ലൈസ് അല്ലേ? എങ്ങനെയാ മൂവിയിലേക്ക് വന്നത്? കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും, എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി വരുന്ന ഒരു കൊങ്കണി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. കൊങ്ങിണിയാണോ? ഞാൻ കൊങ്കണിയാണ്. ഓ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കൊങ്ങിണിയാന്നൊന്നും തോന്നത്തില്ലല്ലേ? അതെന്താ എഴുതി വെച്ചോണ്ട് നടക്കണോ? അല്ല, എനിക്ക് അറിയില്ല. അതാണ് ഞാൻ തന്നെ പെട്ടെന്ന് പറഞ്ഞത്. അല്ല, അപ്പോ ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചില ഷോസ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നു. രഞ്ജിത്ത് അങ്കിളൊക്കെ ആദ്യം വന്നു. അങ്ങനെ മൂവീസിലോട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കുഞ്ഞു വയസ്സിൽ തൊട്ടേ ഉണ്ടായിരുന്നു ഓഫേഴ്സ്. പക്ഷെ അഭിനയിക്കാൻ വിളിക്കാത്തതുകൊണ്ടാണോ വീട്ടുകാർ? ഇല്ല, വീട്ടില് എനിക്ക് പോലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ലോലി ആയി ഡെവലപ്ഡ്, പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതാണത്. മലയാളം നന്നായിട്ടൊക്കെ സംസാരിക്കും. ഇഷ്ടപ്പെട്ട സ്ലാങ് ഏതാ? മലയാളമാണോ അതോ കൊങ്ങിണിയാണോ? എനിക്ക് ഓഫ് കോഴ്സ് കൊങ്കണി ആണ്. മദർ ടങ് എന്റെ കൊങ്കണിയാണ്. വീട്ടിലൊക്കെ ഞങ്ങള് കൊങ്കണിയെ സംസാരിക്കാറ്. പുറത്ത് വന്നാൽ മാത്രം മലയാളം. എനിക്ക് അശ്വതി ഇഷ്ടമല്ല. കൊങ്കണിയിൽ എങ്ങനെ പറയും? കുറച്ചും കൂടെ മനോഹരമായ എന്തെങ്കിലും കാര്യങ്ങളെ സംസാരിച്ചൂടെ? മക്കശ്വതി ലഗ്ഗന. എന്താ? മക്കശ്വതി ലഗ്ഗന. ഇത് വലിയ കുഴപ്പമില്ല ചേട്ടാ. ഇതിപ്പോ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടമില്ലെന്നും തോന്നൂല. കുഴപ്പമില്ല. അല്ല, ഇങ്ങനെ സ്നേഹത്തോടുകൂടി ഇതും പറയരുത്. മഹേഷ മക്ക അശ്വതി ലഗ്ഗന. ലഗ്ന ലഗ്ഗന ലഗന. പഠിച്ചു വെച്ചോട്ടോ. മലയാളം തന്നെ മര്യാദയ്ക്ക് പറയുന്നില്ല. സുരാജേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടെ പറഞ്ഞേക്ക്. മക്കത്തോമളെ ಹೊಳ್ಳಿ ഇഷ്ടം. ഇവരെല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. आणि सगळे मग इष्टम पूरा जण आले भयंकर स्नेह होता. ഭയങ്കര സ്നേഹത്തെ എവിടേക്കോ മനസ്സിലാവുണ്ടല്ലോ സുരാജേട്ടാ. മലയാളം കൂട്ടിയാണ് ഞാൻ കുങ്ങിണി പറയുന്നത്. ഇല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും മലയാളം നന്നായിട്ട് സംസാരിക്കുമല്ലോ. അപ്പൊ മലയാളം എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്ക് ഇപ്പൊ അറിയാം. കേട്ടോ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ആളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് തടിച്ചിന്ന്. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. പറയും. തച്ചൻ ചത്ത തച്ചത്തി. സ്പീഡ് നിർത്തരുത്. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി റിഹേഴ്സൽ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. എന്നെ കൊണ്ട് പറയിപ്പിക്കണല്ലോ. ഒരു ഒരു തടിച്ചി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. ഒന്ന് പറഞ്ഞു നോക്കിയാ ഇതിൽ ആരാണ് വിജയിക്കണം എന്നറിയാം? രണ്ടുപേരും ഒരുമിച്ച് വന്നാണ്. ആരാ വിജയിക്കണം എന്നറിയാം? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തത്തച്ചി ഒരു തടിച്ചി തച്ചല്ല തത്തച്ചില്ല തച്ചത്തി. തച്ചത്തി ഒരു തടിച്ചി തടിച്ചി. എന്റെ തടിച്ചി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. അത് തച്ചനാണോ തച്ചത്തിയാണോ? ആരാ തച്ചാന്ന് എനിക്കങ്ങനെ അറിയാം. തച്ചനാണോ തച്ചൻ ചത്ത ചത്തൻ. വേറെ പറയാം. ഉരുളിയിലെ കുരുമുളകിന്റെ കാര്യം ചോദിച്ചു. അതെ, ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഈസി.
അത്രേ ഉള്ളൂ. ഉരുളിയിലെ കുരുമുളക് ഉരല. എന്നാ ചിരിക്കണ്ട, ഒരാൾ വന്ന് പറഞ്ഞ ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളാൻ. കുരുമുളക് ഉരുളലോട് ഉരുളൽ. ഇങ്ങോട്ട് കയറി വരാൻ. ഉരുളി കൈ അടിച്ചു കൊടുക്ക്. വാ, ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. പെട്ടെന്ന് പറഞ്ഞു. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളാൻ. പറഞ്ഞു കൊടുക്ക്. അങ്ങോട്ട് പിടിക്കും, മൈക്കെടുത്ത് നോക്കി. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളാൻ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളാടെ സ്പീഡിൽ പറയേ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളാൻ. ഉരുളിയിലെ കുരമുളകൊന്നും എന്നല്ല, കുരുമുളക്. എവിടെയാ സ്ഥലം? ചെമ്മനാട്. ചെമ്മനാട് കുരുമുളക് വെച്ചുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കുരുമുളക്, കുരമുളകല്ല, കുരുമുളക്. റെഡി? ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. ആദ്യം നിർത്താതെ 5 തവണ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. കേൾക്കുന്നില്ല, അവർക്ക് പറയണം. ഇവിടെ കിടന്ന് ഉരുളാതെ അവിടെ എങ്ങനെ ചെന്ന് മിണ്ടാതെ ഇരിക്കും. ഉരുളല്ല ഇങ്ങനെ കിടന്ന്. ഈ സമയം കൊണ്ട് ഇവര് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചോ? ഉരുളിയില് ഇതിൽ തന്നെ പറയാം. ഉരുളിയിലിട്ടേ പിന്നെ അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കണം. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ. യെസ്, നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ചേട്ടൻ പറയൂ. പറഞ്ഞോ. If you understand, you say understand. If you don't understand, you say don't understand. If you understand or don't understand, how can I understand? Understand? ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഞാൻ പറയണം. If you understand or don't understand, how can I understand? എനിക്കറിയാം, ഞാൻ പറഞ്ഞാ പോരെ. പറഞ്ഞാ മതി. അവിടെ ചെന്നിരുന്ന കൂടെ വിളിച്ച് കേട്ടണ്ടായിരുന്നു. എനിക്കറിയില്ല, എന്നെ വിട്ടേക്ക്. ചേട്ടാ ഇടയ്ക്കൊരെണ്ണം നല്ലതാ. ഇതൊന്ന് പറഞ്ഞേ. അല്ല അല്ല ഇവിടെ കാശ്മീരി എന്ന് പറഞ്ഞ. അല്ല അത്യാവശ്യമായിട്ട് ആരെങ്കിലും ഒന്ന് വിളിക്കൂ, please. ഹലോ, ഇതൊന്ന് ഒന്ന് പറയിപ്പിക്കും. If you understand, you say understand. If you don't understand, you say don't understand. If you understand or don't understand, how can you understand? Understand? No, I don't understand. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ കുറച്ച് സമയം അവിടെ ഇരിക്കുക. അത് അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു. അങ്ങനെ നമ്മുടെ ഗസ്റ്റുകൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ പരിപാടികളൊന്ന് വീക്ഷിക്കൂ. താങ്ക് യു. ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെയാണല്ലോ പതിവ്. ശരി, എന്നാ പോകാവോ? പോകുമല്ലേ? പൊക്കോളൂ. ഇനി ഞാൻ ക്യാമറയൊന്നും കട്ടില്ല, നിങ്ങളായിരിക്കും ക്യാമറ കട്ടത്. ക്യാമറ ഓഫല്ലേ? ക്യാമറ ഓഫാണ്. വന്നോളൂ സർ, വരണം. ഇവിടെ ക്യാമറ ഓഫായില്ല. നേരത്തെ അവരെന്ത് പണിയാ ചെയ്ത്? ഞാൻ അറിയത് 2 ആൾ തൂക്കിക്കൊണ്ടേ ബിരിയാണി ചെമ്പില ഇട്ട് കളഞ്ഞു. പിന്നെ മട്ടനായതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ കടിച്ചു പിടിച്ച് നിന്ന്. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാനേ എന്റെ മോനെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതല്ലാതെ ഇനി മോനെയും കൊണ്ടുവന്നു. മോന്റെ കാര്യം എന്തെങ്കിലും അറിയോ? ഇല്ല. നിങ്ങളുടെ ഫാനാണോ? ആണോ? നിങ്ങളുടെ പേര് പറഞ്ഞ മരിക്കും. അയ്യോ, എന്നാ പേര് പറയണ്ട. നിങ്ങൾ ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയ പടമില്ലേ? സൂപ്പർ സ്റ്റാർ അല്ല, ഞാൻ ആദ്യം നായകനായിട്ട് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയ ദിവസം അമേരിക്കയിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സി ഡി ഇട്ടിട്ട് കണ്ടു. ദരിദ്രവാസി എന്ത് തെണ്ടിത്തര കാണിച്ച. ഇങ്ങനെ ഈ സി ഡി ഒക്കെ എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാണ് സിനിമ വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അത്രക്കും ഫാനാന്ന് പറഞ്ഞതാണ്. ഓ, അങ്ങനെ. സുരാജ് അഭിനയിച്ച പടത്തിന്റെ 300 CD ഉണ്ട് വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട്. ഞാൻ ആകെ 215 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ബാക്കി പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യല്ലോ. ഓ, അങ്ങനെ 300 ആക്കിയത്. ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ? മോൻ എന്റെ കടുത്ത ആരാധകനാണ്. ഒന്ന് പിന്നെ ആ ക്യാമറ ഓണാൻ നേരിട്ട് ഒന്ന് വന്നിട്ട് പോയിക്കോട്ടെ. എന്നെ ഒന്ന് പരിചയപ്പെടണം. അല്ല, ഇത്രയും വലിയ ആരാധകനാണെങ്കിൽ എന്തായാലും ഒന്ന് പരിചയപ്പെടണം അല്ലേ? കാര്യം എന്റെ 215 സിനിമകളും കണ്ട ഒരു ആരാധകനാണ്, എന്റെ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ എനിക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും വിളിച്ചോളൂ, മകനെ വിളിച്ചോളൂ സാർ. ഇതാരാ? മോനാ? ഇതിപ്പോ കണ്ടിട്ട് അത് തന്തേ ഇത് മോനോണെന്നല്ലേ തോന്നുന്നു. എനിക്ക് അതിന് എന്തോ ഒരു സംശയമുണ്ട്. എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. വിശ്വാസം അതല്ലേ എല്ലാം. പിന്നെ മാത്രല്ല, ഇവന് വളർച്ചയുള്ള രാജ്യത്തല്ലേ ജനിച്ചത്, അമേരിക്കയില്. ഓ, വികസിത രാജ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ വളർന്നു പോയത്. ഞാൻ ജനിച്ച കേരളത്തിലല്ലേ. ചുമ്മാ അതല്ല, മണ്ടരി വായിച്ച തെങ്ങ് പോലെ ഇരിക്കുന്നു. നീ അത് ഓഫ് ചെയ്തിട്ടെ. ഇതാരാ നോക്ക്, സിനിമാങ്കൾ ആരാ നോക്കേ? എനിക്കറിയാം, എന്നെ വന്നിപ്പോ കെട്ടിപ്പിടിക്കും. മമ്മൂട്ടിന്റെ ഫിഗറുകൾ ചെയ്യില്ലേ? ഫിഗറൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് സോറി, ഓനത് മോഹൻലാലിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും. സുരേഷ് ഗോപി എന്നെ ഫുള്ള് വെറുപ്പിച്ച്. സുരേന്ദ്രൻ അങ്ങ് കൊന്നേക്ക്.
അതെ 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 പിള്ളേരെങ്ങനെ അടിക്കരുത്. എനിക്ക് അമേരിക്കയിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്ന് അടിച്ചാൽ അപ്പൊ തന്നെ ജയിലിലാവും. ഇവിടെ വന്നിട്ട് ഇവൻ അടിക്കാനായിട്ട് കൊണ്ടുവന്നേ ഞാൻ ഇവനെ. പ്ലീസ് അയാൾ അടിക്കരുത്. വല്ല ഒലക്കങ്ങനെ എടുത്ത് തലക്കടിച്ച് കൊല്ലുക വേണ്ടത് ഇമാതിരി സാധനത്തിനെ. അതെ ക്ഷമിക്കണം. എന്താ ഈ അമേരിക്കയിൽ മമ്മൂട്ടിനെ വിളിക്കുന്നത് മമ്മൂസ് എന്നാണ്, ഓ അങ്ങനെ. മോഹൻലാലിനെ വിളിക്കുന്നത് ലാലൂസ്. ശരി ശരി. അതുപോലെ നിങ്ങളെ വിളിക്കുന്നത് അടാ സുരേന്ദ്രൻ വെഞ്ഞാറമൂടുന്നാണ്. ശശിന്ന് വിളിക്കാത്തത് ഭാഗ്യം. മാത്രല്ല ഇവൻ ഭയങ്കര കലാകാരനല്ലേ? ആണോ? ദൈവമേ ഇതിപ്പോ വലിയ പുലിവാലായല്ല. പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇനിയിപ്പോ കുറച്ചേരം സഹിക്കാം. മോനെ അച്യുതാനന്ദനെ കാണിച്ചു കൊടുക്കൂ. ഇവനെ അച്യുതാനന്ദനെ ചെയ്യാൻ പോകുന്നത്? അവനെ അച്യുതാനന്ദനെ വേണ്ടാന്ന്. വേണ്ട എനിക്കിഷ്ടല്ല. ഡയലോഗൊക്കെ എടുക്കുന്നേ മോനെ കാണിച്ചു കൊടുക്കും. മോനെ വേണ്ടാന്നേ. അപ്പൊ ഞാൻ കാണിക്കും. എന്റെ മോനെ അതുകൊണ്ട് പറയല്ല. ഇവന് ഭയങ്കര ഐക്യു ലെവലാ. ആണോ? അയ്യോ അതിശയായിരിക്കുന്നു. മോനെ ഐക്യു കാണിക്കൂ. അടിച്ചു കാണിക്കാട്ടണം. ബുദ്ധിശക്തി കാണിക്കാനാണ്. അത്രയ്ക്ക് ബുദ്ധിയും ഐക്യു ലെവലും ആണ്. എന്താ പറഞ്ഞ? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജോർജ് വാഷിങ്ടൺ. വാഷിങ്ടണിലാണോ വീട്? അല്ലല്ല, അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് വീട്. പിന്നെന്താ വാഷിങ്ടൺ എന്ന് പേര് അത് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നെ വിളിക്കുന്നതാ പണ്ടേ, ജോർജ് വാഷിങ്ടൺ എന്ന് ഇങ്ങനെ വിളിക്കുന്നതാ. അതല്ല പപ്പയുടെ പേര് ശരിക്കും ജോർജ് എന്നാ. പിന്നെ മമ്മിയുടെ 10 കണക്ക് ഡ്രസ് വാഷ് ചെയ്യുന്ന പപ്പയാ. അത് ശരി. അതുകൊണ്ടാണ് ജോർജ് വാഷിങ്ടൺ എന്ന് പേരിട്ടത്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ കേരളയിലും അമേരിക്കയിലും ഇപ്പൊ താമസിച്ചല്ലോ, അപ്പൊ താമസിക്കാൻ ഏതാ ഇഷ്ടം, കേരളയാണോ അമേരിക്കയാണോ? നമുക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലി അടക്കം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടം കേരളത്തിലാ. അമേരിക്കയിലാ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനം എടുത്തിട്ട് പറ, കേരളത്തിലാണോ അമേരിക്കയിലാണോ താമസിക്കേണ്ട. അത് പോട്ടെ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനിക്ക് ചോദിക്കാനാണ്, ഈ മലയാളം പടവും ഇംഗ്ലീഷ് പടവും തമ്മിൽ താങ്കൾക്ക് തോന്നിയ വ്യത്യാസം എന്താണ്? ഇംഗ്ലീഷ് പടത്തിൽ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് മാത്രമേ പറയൂ. കറക്റ്റ്. മലയാള പടത്തിൽ ഇംഗ്ലീഷും പറയും, തമിഴും പറയും, തെലുങ്കും പറയും, ഹിന്ദിയും പറയും, എല്ലാം പറയും. ആകെ കൊളാക്കിട്ട് കൂടെ. സത്യത്തിലെന്ന് പറഞ്ഞാല് ഈ 2 ഭാഷ എനക്കറിയില്ല. പിന്നെ എങ്ങനെ അമേരിക്കയിൽ ജീവിക്കുന്നു? എല്ലാം പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഐക്യു ലെവൽ കൂടുതലാണ്. അങ്ങനെയാണ്. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ചോദിച്ചു തീർന്നോ? ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. വിമാനം കണ്ടുപിടിച്ചത് ആരാ? റൈറ്റ് സഹോദരന്മാർ. എന്തായാലും നല്ല ബുദ്ധിശക്തിയാണ് പുള്ളിക്ക്. അല്ല, അങ്കിളിന് ഐക്യു പവർ ഉണ്ടാ? എനിക്ക് നല്ല ഐക്യു പവർ ഉണ്ട്, നല്ല ഐക്യു ലെവലാണ്, നല്ല ബുദ്ധിയുണ്ട് എന്നൊക്കെയാണ് ജനസംസാരം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോ, ഏതിന് ഞാൻ ആൻസർ ചെയ്യും. അതായത് നമ്മളെ ഭൂമി, അതായത് ഇത് ഭൂമി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? അതെ, ഉരുണ്ടതാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു അല്ലേ? അപ്പൊ നമ്മളെ ഈ ഭൂഗോളത്തില് കേരളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അമേരിക്ക? അതെ, കേരളം എവിടെയാണെങ്കിൽ ഭൂഗോളത്തിൽ നേരെ ഓപ്പോസിറ്റ് അമേരിക്ക വരും. അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുകയാണ്. ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി ഇവിടെ മുകളിലേക്ക് നിന്നിട്ട് സ്റ്റാൻഡ് ആക്കാം. അപ്പോ ഈ ഭൂമി ഇങ്ങനെ കറങ്ങി അമേരിക്ക വരില്ലേ? അപ്പൊ നമുക്ക് അമേരിക്ക ഇറങ്ങിക്കൂടി ഫ്ലൈറ്റിൽ? എന്താ പറഞ്ഞ? അതായത് മനസ്സിലായില്ല. ഭൂമി ഉരുണ്ടതാണല്ലോ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മളെ ഭൂഗോളത്തിന്റെ ഈ സൈഡിൽ നിന്ന്, അതായത് കേരളം, ഈ കേരളത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അമേരിക്ക അല്ലേ? അപ്പൊ നമ്മൾ ആ കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി ഇവിടെ സ്റ്റാൻഡാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങിക്കൂടെ? അതെ, ഇത് മോൻ തന്നെയാണോ? വല്ല എലിവക്ഷങ്ങാനും കൊടുത്തങ്ങ് കൊന്നേക്ക് കേട്ടാ. നിങ്ങൾ കൊണ്ടുപോ. ഹലോ, നമുക്ക് പിന്നെ കാണാം. ഇതിന്റെ മറുപടി ഉത്തരം എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നിങ്ങൾ പൊക്കോളി. ഓക്കെ. എടോ, ഞാൻ ഒരു കണക്കിന് ആ പ്രൊഡ്യൂസറെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് പഠിക്കുന്ന സിനിമയിൽ താനാണ് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ചെയ്യുന്നത്. പിന്നെ അയാൾ ഇത്തിരി പൊങ്ങച്ചക്കാരനാണ്. അയാൾ എന്ത് പറഞ്ഞാലും നീ അങ്ങോട്ട് ചിരിച്ചേക്കണം. ചിരിക്കണം. അയാൾക്ക് എന്തെങ്കിലും നിന്റെ മുഖത്തുനിന്ന് അല്ല, നിന്റെ ഭാവം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നിനക്ക് ഇത്ര നല്ലൊരു ചാൻസ് കിട്ടില്ല. ഞാൻ ചിരിച്ചോളാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം. സുരാജിന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാ. ഇവിടെ സുരാജിന്റെ ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡിയുടെ ഒരു ഷൂട്ടൊക്കെ നടക്കണ്ടേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞാലും താങ്കൾ അങ്ങോട്ട് ചിരിച്ചേക്കണം. എന്ത് പറഞ്ഞാലും ചിരിക്കണം. അത് ഓക്കെ. സാറ് വരുന്നുണ്ട്.
എന്താ സാർ ഒരു മുഖത്ത് വിഷമം പോലെ? അതെ, ന്യൂയോർക്കിലെ അമ്മ ഹോസ്പിറ്റലില്ല. എന്തിനാ ചിരിക്കണേ? എന്ത് പറഞ്ഞാലും തിരിക്കണം പറഞ്ഞില്ലേ? അമ്മ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിരിക്കോ? ഇയാൾ ആരാത്? സാറേ ഞാൻ പറഞ്ഞില്ലേ പുതിയ ഡയറക്ടർ നമ്മുടെ പടത്തിന്റെ. ജനറേഷന്റെ ന്യൂ ജനറേഷൻ ആണോ? അപ്പൊ അയാൾ ചെയ്ത് കറക്റ്റ് ആണ്. ഓപ്പോസിറ്റ്. ഈ ന്യൂ ജനറേഷനിലെ ഓപ്പോസിറ്റ് ആണല്ലോ. ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓപ്പോസിറ്റ് റിയാക്ഷൻ. നീ രക്ഷപ്പെട്ടു. ഓക്കേ. കഥയൊക്കെ നീ കഥ ഇതൊക്കെ എടുത്തുവോ? ഡയറക്ഷൻ ഒക്കെ ചെയ്യോ? പിന്നെ അടിപൊളിയായിട്ട് എല്ലാം ചെയ്യുന്നു പറഞ്ഞു കൊടുത്തേ. ആള് നല്ലായിട്ട് കഥ തിരക്കഥ എന്റെ പൊന്ന് സാർ അയാളുടെ മുഖത്തേക്ക് നോക്കി ആ താടി കണ്ടില്ലേ? നമ്മുടെ ഇവിടുത്തെ എല്ലാ തിരക്കഥാകൃത്തുകൾക്കും സംവിധായകർക്കും താടിയില്ലേ? ലോഹിദാസിന് താടി ഉണ്ടായിരുന്നില്ലേ? ഭരതൻ സാറിന് താടി ഉണ്ടായിരുന്നില്ലേ? ലാൽ ജോസിന് താടിയില്ലേ? സിദ്ദിഖിന് താടിയില്ലേ? ലാലിന് താടിയില്ലേ? നാരായണത്ത് ഭ്രാന്തനും താടിയുണ്ട്. എന്താ ഇത് തന്നെയാണോ പണി? വേറെ എന്തെങ്കിലും പണി? ഞാൻ ആദ്യം ഈ വാർക്കപ്പണിക്ക് പോയിരുന്നു. 12 കൊല്ലം ഹെൽപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്താണ്. എന്താടോ സാധാരണ വാർക്കപ്പണിക്ക് പോയി കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോഴേക്കും മേസ്തിരിയാവും. 12 കൊല്ലം പോയിട്ട് താൻ എപ്പോഴും ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാം. ഹെൽപ്പർ ആയി കഴിഞ്ഞാൽ വേറെ ഗുണമുണ്ട്. മേസ്ത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ മോളിൽ പോയിട്ട് വെയിലും മഴയും കൊള്ളണം. ഹെൽപ്പർ ആണെങ്കിൽ മുട്ടുമലക്കന്റെ അടിയിൽ ഒളിച്ചിരുന്നാൽ മതി, വൈകുന്നേരം 500 റുപ്യ കിട്ടും. ഞാൻ പറഞ്ഞില്ല നല്ല ബുദ്ധിയുള്ള ആളാ. അതെ അതെ. എങ്ങനെയുള്ള പടമാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരുന്നത്? നമുക്ക് നല്ലൊരു മലയാള പടം ചെയ്യാം. മലയാള പടം മാത്രമേ ചെയ്യണ്ടു, വേറെ ചെയ്യണ്ട, മലയാള പടം ചെയ്താൽ മതി. പക്ഷെ മലയാള പടത്തിന് ചെയ്താൽ വേറെ പ്രശ്നമുണ്ട്. ചെയ്യുകയാണെങ്കിൽ വലിയ ഹൈ ബഡ്ജറ്റ് ചിത്രങ്ങൾ ചെയ്യണം. ചെറിയ ചിത്രങ്ങൾ ചെയ്താൽ ഇവിടെ വിജയിക്കില്ല. സാറ് കുറെ നാൾ അമേരിക്കയിലായിരുന്നല്ലോ, അതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളൊന്നും സാറിന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ മലയാള പടം ഒന്നും ഇവിടെ ഓടുന്നില്ല. ഇവിടെ അല്ലു അർജുന്റെയും രജനികാന്തിന്റെയും പടല്ലേ 100-150 ചിത്രങ്ങൾ മാത്രമേ ഇവിടെ ഓടുന്നുള്ളൂ. അതെ. തെലുങ്ക് തമിഴ് ചിത്രങ്ങളാണ് ഇവിടെ വരുന്നത്, മൊഴിമാറ്റ ചിത്രങ്ങൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാതിരി? ഞാനിപ്പോ ഒരു പടത്തിന് മൊഴിമാറ്റ ചിത്രത്തിന് വേണ്ടി പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ടുണ്ടോ? അതായത് ചിന്നത്തമ്പി എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അത് ഞാൻ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിന്നത്തമ്പിയിലത്തെ പാട്ട് കേട്ടിട്ടില്ലേ? കുയിലപ്പൂടിച്ച് കൂട്ടിലടച്ച് കൂക സൊല്ലുകിற ഉലകം, മയിലപ്പൂടിച്ച് കാല ഉടച്ച് ആട ചൊല്ലുകിற ഉലകം, அது எப்படி ஆடுமையா, அது எப்படி பாடுமையா. ஓ, ഇത് ഒറിജിനൽ പാട്ടാണ്. ഇത് ഞാൻ മലയാളത്തിലേക്ക് മാറ്റി. കുയിലിനെ പിടിച്ച് കൂട്ടിലടച്ച് പാടാൻ പറയുന്ന ലോകം, മയിലിനെ പിടിച്ച് കാലം നൊടിച്ചിട്ട് ആടാൻ പറയുന്ന ലോകം, അത് എപ്പടി ആടുമയ്യാ, ഇത് എന്തൊരു തോൽവിയയ്യാ. ഇതുപോലത്തെ സംഭവം വേണ്ട, ഇത് വേണ്ട. വേണ്ടേ? നമുക്ക് പറഞ്ഞാല് മലയാളം പടം മാത്രം മതി. എന്റെ പൊന്ന് സാറേ, മലയാളം പടം പിടിച്ച കേരളത്തിൽ മാത്രം ഓടിക്കാൻ പറ്റൂ. ഇപ്പൊ കന്നഡ പടം പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? കന്നഡയിൽ ഓടിക്കാം, തെലുങ്കിൽ ഓടിക്കാം, തമിഴിൽ ഓടിക്കാം. കേരളത്തിൽ റിലീസ് ചെയ്ത 100-150 ദിവസം കേരളത്തിൽ ഓടും. അപ്പോ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു തെലുങ്ക് പടം എടുത്തിട്ട് മലയാളത്തിലേക്ക് മതി. അതാണ് ഐഡിയ. തെലുങ്ക് അല്ലു അർജുന്റെ പടങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത്. അതെ. ഒരു തെലുങ്ക് പടം നമുക്ക് എടുത്തിട്ട് മലയാളത്തിൽ റിലീസ് ചെയ്യാം. ഒരു 100-150 ദിവസം ഓടും. അത് വേണ്ട. അപ്പൊ മലയാള പടത്തിന് ഒരു കുറവാക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. മലയാള പടത്തിന് തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്താലോ? കൊള്ളാം, നന്നായിട്ട് ഓടും. അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ചെമ്മീൻ അറിയാലോ? ചെമ്മീൻ. പിന്നെ ചെമ്മീൻ അറിയില്ല. ചെമ്മീൻ ഞാൻ എപ്പോഴും കഴിക്കുന്ന എന്റെ സാറേ കഴിക്കുന്ന ചെമ്മീനല്ല, തകഴി സാർ എഴുതിയ രാമുകാരിയായിട്ട് തകർത്ത ചെമ്മീൻ സിനിമ. ഈ ചെമ്മീൻ സിനിമ ആരെ നായകനാക്കുന്നത്? നമ്മൾ സുരാജിനെ. ഓക്കെ. ചെമ്മീൻ സിനിമ നമ്മൾ സുരാജിനെ വെച്ച് തെലുങ്കിൽ എടുക്കുന്നു, നേരെ കേരളത്തിൽ റിലീസ് ചെയ്യുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടോ? അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. ഇതിലാണോ ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ? എന്തേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അല്ല, മറ്റേ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ചുരുട്ടി കൂട്ടി കളയണ്ടേ? ഇതാകുമ്പോ അതിന്റെ ആവശ്യമില്ല. ഡിലേറ്റ് അടിച്ചാൽ മതി. കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ആൻഡ് ഡിലേറ്റ് ആണ്. ഡിലേറ്റ് ചെയ്യാണ്ടെന്നാ മതി. ഇത് ഇങ്ങനെയല്ല, സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാനൊരു സാധനം മെയിൽ അയച്ചു തന്നിട്ടുണ്ട്, അതിന്റെ കോപ്പി എടുത്തോ? പിന്നെ കോപ്പി. അപ്പൊ സുരാജിനെ വിളിക്കുന്നത് റിഹേഴ്സൽ നോക്കാം നമുക്ക്. അങ്ങനെ ഷൂട്ടിംഗ് എവിടെയാണോ അത് എവിടെയാണ്? ഇവിടെ ചെയ്യാം. ഇവിടെ ഫ്രീ അല്ലേ? ഇവിടെ ചെയ്യാം. സുരാജിനോട് പറഞ്ഞാൽ മതി. ഇവിടെ ചെയ്യാൻ പറ്റുമോ? പക്ഷെ അത് നമ്മള് മറ്റേ ഇതാണ്, അതായത് ഒരു കടപ്പുറം അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളും. കുഴപ്പമില്ല. ഞാൻ എന്താണോ പറയണേ, കടപ്പുറത്തൊക്കെ ചെറിയ കുടിലുകളല്ല, ഇനി കൊട്ടാരം പോലത്തെ സ്ഥലമാണ്. അല്ല, കുഴപ്പമില്ല, ശരിയാക്കാം. ഇപ്പൊ തെലുങ്കിലേക്കല്ലേ? കുഴപ്പമില്ല. സിനിമയിൽ പാവപ്പെട്ട പിച്ചക്കാരന്റെ വീടാണെങ്കിൽ കൊട്ടാര കാണിക്കുള്ളൂ. എന്റെ സാറേ താരൊന്നും മിണ്ടാതിരുന്നേ. എന്റെ സാറേ,
ഇവിടെ സുരാജിന്റെ മറ്റു കോമഡി ഷോയുടെ ഷൂട്ടിംഗ് നടക്കുക. ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ നടക്കുവോ? പിന്നെ നടക്കുമെന്നോ? ഈ കോമഡിക്കാർ റിഹേഴ്സൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് 3 സിനിമ റിഹേഴ്സൽ ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ക്യാമറ ഉണ്ടല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, സാറിന് പൈസ കുറച്ച് കിട്ടും. സുരാജ് സാറായിട്ട് ക്ലോസ് ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും. സുരാജിനെ വിളിക്കും, ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് തെലുങ്കിലേക്കുള്ള കാണിച്ചു കൊടുക്കാം. ഓക്കെ, വേഗം വിളിക്കാം. അപ്പൊ ഞാൻ സുരാജിനെ വിളിക്കാം. അല്ല, നമ്മുടെ സിനിമയിൽ സുരാജേട്ടൻ അഭിനയിക്കും, തെലുങ്ക് സിനിമയിൽ. ഈ എന്താ സുരാജ ആ കേട്ടോ, തെലുങ്ക് തമിഴ് എന്നൊക്കെ കേട്ടോ അപ്പൊ ചാടി വീഴൂലേ, പൈസ വരെ കൊടുക്കട്ടെ. അതല്ലേ നമ്മുടെ ബുദ്ധിയല്ലേ. അപ്പൊ നായികയോ? നായിക ഒന്നിച്ചുള്ള പെണ്ണില്ലേ അവതാരിക്കാം. ആ. ഓളെ കളിയാ ആ കുട്ടീനൊക്കെ നായികയാക്കാൻ പറ്റുമോ? അതെ, തെലുങ്ക് ആവുമ്പോ ഒരു അടയ്ക്കാമരം ഇട്ട് സാരി ചുറ്റി നിർത്തിയാലും പടം സൂപ്പർ ഹിറ്റ് അല്ലേ? ഇതെന്താ അറിയില്ല ഇതൊന്നും. വേഗം വിളിക്ക്, ഞാൻ സാറിനെ വിളിക്കാം. വിളിക്ക്, സാറിനെ വിളിക്ക്. സുരാജേ, ദേ. ഏയ്, നീ ഇങ്ങോട്ട് വന്നേ, ഒരു റിഹേഴ്സൽ ഉണ്ട്. ആ പെണ്ണിയും കുട്ടിക്കോ? വരുന്നുണ്ട്, സാറ് വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? അല്ല, പോയില്ലെന്ന് പറഞ്ഞാൽ ആ സിനിമേന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ല. ഡയറക്ടർ ഇതാണ്. അതെനിക്ക് മനസ്സിലായി, നമുക്കറിയാം. എന്തെങ്കിലും വരയ്ക്കണേ? ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ തന്നെ നേരിട്ട് കാണണം. അതിന്റെ അയ്യോ, ഇങ്ങനെയാണോ ഡയറക്ടർ? അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മള് ക്ലോസ് ആണ്, ഫ്രണ്ടാണ്. അല്ല, എന്നെ എന്താ വിളിച്ച? എന്നെയും വിളിച്ചെന്താ? നായികയാണ്, നായിക. സാറിന്റെ പടത്തിൽ നായികയാണ് കുട്ടി. ശരിക്കോ? നായിക. സുരാജേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, താങ്ക്സ് കേട്ടോ. സുരാജേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ സുരാജേട്ടാ, അതായത് നമ്മൾ ചെമ്മീൻ സിനിമ ഉണ്ടല്ലോ, മധുസാർ അഭിനയിച്ച ചെമ്മീൻ സിനിമ, ഈ ചെമ്മീൻ സിനിമ നമ്മൾ തെലുങ്കിലേക്ക് റിമേക്ക് ചെയ്യുകയാണ്. സുരാജേട്ടനാണ് നായകൻ. ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ ചെമ്മീൻ സിനിമ സാറ് കണ്ടിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. അല്ല, എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ എനിക്ക് കാണിക്കാനും പറ്റില്ല. അതിന്റെ സി ഡി സുരാജേട്ടൻ മധുസാറിന്റെ സൗണ്ട് കനികരിക്ക് അറിയാലോ, അപ്പൊ ആ സീൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്ത പുള്ളിക്ക് മനസ്സിലാവും. ഓ, അതിന്റെ കഥ അറിയാമല്ലോ അല്ലേ? അത് വേണമെങ്കിൽ കാണിക്കാം സാർ. ഓക്കെ, ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞാൽ മതി. ഞാൻ തെലുങ്കിലാണ് അഭിനയിക്കേണ്ടത്. ഇതിപ്പോ മലയാളം പുള്ളിക്ക് കാണാൻ വേണ്ടി ഇത് കഴിഞ്ഞ് നമ്മൾ തെലുങ്കിലേക്ക് ശരി, മാറ്റി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് കറുത്തമ്മ. ഇത് കറുത്തമ്മ, സുരാജേട്ടൻ കൊച്ചുമുതലാളി. ശരി, കറുത്തമ്മ, കറുത്തമ്മ. കൊച്ചുമുതലാളി, കൊച്ചു മുതലാളി, നീ യാത്ര ചോദിക്കാൻ നീ വന്നതാണ്. യാത്ര ചോദിക്കാൻ വന്നതാണല്ലേ? എന്നെ വെറുക്കരുത് കൊച്ചുമുതലാളി. എന്നെ വെറുക്കരുത് കൊച്ചു മുതലാളി. അതല്ല, ഇവിടെ ശീലമ്മ. ഞാന് അത് ശീല പറഞ്ഞു. എന്നെ വെറുക്കരുത് കൊച്ചു മുതലാളി. അപ്പൊ സാറ്, നീ കടപ്പുറത്ത് നിന്ന് പോയാൽ ഞാൻ ഈ ഈ കടപ്പുറത്ത് പാടി പാടി കടാപ്പുറത്ത് മരിക്കും. നിന്ന് പോയാൽ ഞാൻ ഈ കടാപ്പുറം മുഴുവൻ പാടി പാടി മരിക്കും. ആരാ അത്? അത് ഞാൻ പെണ്ണിന്റെ അമ്മയുടെ പുറത്തുനിന്നുള്ള ശബ്ദം ഡബ് ചെയ്താണ്. എന്നാ അത് പുറത്തു നിന്ന് വിളിച്ചാ പോരെ? ചുമ്മാ ചെവിക്കടുത്ത് നിന്നിട്ടാണോ കറുത്തമ്മയ്ക്ക് അമ്മ വിളിക്കുന്നത്? വിളിക്കുന്നു, ഞാൻ പോട്ടെ. അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ കൊച്ചു മുതലാളി. പോയി വാ കറുത്തമ്മ, പോയി വാ. ഓക്കെ സാർ, ഇത്രയും ഓക്കെ. മനസ്സിലായില്ല സാറിന്? ഇതാണ് നമ്മുടെ സിനിമ, ചെമ്മീൻ സിനിമ. നേരെ നമ്മൾ തെലുങ്കിലേക്ക് മാറ്റിയാണ്. ഓക്കെ, ആ ഒരു പോർഷനും കൂടി കണ്ടല്ലോ, എനിക്കൊരു സമാധാനമായിട്ട് ഇരിക്കായിരുന്നു. തെലുങ്കിന്റെയോ? അല്ലെങ്കിൽ എനിക്ക് തെലുങ്ക് അറിയില്ല. തെലുങ്കൊക്കെ എനിക്ക് ഒട്ടും അറിയില്ല. തെലുങ്കുണ്ട്, ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, പറഞ്ഞ മാത്രം ശരി, ശരി. ഓക്കെ. അപ്പൊ ഈ കറുത്തമ്മ എന്ന് പറയുന്നത് നല്ലമ്മ എന്നാണ് തെലുങ്കില്. തെലുങ്കിൽ നല്ലമ്മേ. നല്ലമ്മ എന്ന് പറയുന്നത് കറുത്തമ്മ എന്ന് നല്ലമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ കൊച്ചുമുതലാളി എന്നുള്ളതിന് ചിന്നയ്യ എന്നാണ് പറയുന്നത്. ചിന്നയ്യ, കൊച്ചു മുതലാളി. ചിന്നയ്യ. ശരി, നല്ലമ്മ. ഡയലോഗ് പറഞ്ഞോളൂ. ഓക്കെ. സാർ, നല്ലമ്മ. അല്ല, അവിടെ ഞാൻ ഇങ്ങനെ തന്നെ വേണോ? ചെയ്തു ഇതിപ്പോ. അല്ല, അവിടെ ഞാനായിട്ട് നല്ലമ്മ എന്ന് വെറുതെ വന്ന് പറഞ്ഞാ പോരെ? അല്ല, സുരാജേട്ടനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടം വിജയിക്കും. അല്ല മധുസാറിന്റെ ആക്ഷൻ എടുത്ത് പിന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ. അതിപ്പോ ഇതെങ്ങനെ ഉണ്ടാവും അറിയാം. നമുക്ക് നോക്കിയിട്ട് ആളുകളുടെ ചെയ്യാലോ. മനസ്സിലൊക്കെ മധുസാറല്ലോ കിടക്കുന്നത് ചെന്നൈ സിനിമയില്. ശരി, എന്നാ നോക്കാം. നല്ലമ്മ. നല്ലെണ്ണ. എന്താ? നല്ലമ്മ. ആ, ശരി. നല്ലമ്മ. ചിന്നയ്യ. ചിന്നയ്യ, ജാത്ര ചെപ്പടായിക്ക് ഒച്ചിനോവാ. ഒച്ച എന്താണ്? ജാത്ര ചെപ്പടായിക്ക് ഒച്ചിനോവാ. ജാത്ര ചെപ്പനോട ഒച്ചിനോവ. നിന്നെ ഒതലായിക്കു ചിന്നയ്യ. നിന്നെ ഒതലായി. അല്ലല്ല, അതവിടെ പിന്നെ ഇവിടെ ഇവിടെ ഞാൻ പറയാം. നിന്നെ ഒതലായിക്കു ചിന്നയ്യ. എന്താ? നിന്നെ ഒതലായിക്കു ചിന്നയ്യ. ഒതല് കിട്ടിയില്ലെങ്കിൽ ചെതലെന്നായാലും പറഞ്ഞു. പുള്ളിക്ക് അറിയത്തില്ലല്ലോ അല്ലേ? ഒതലായിക്കു ചിന്നയ്യ. നിന്നെ ഒതലായിക്കോ ചിന്നയ്യ. നല്ലമ്മ. നല്ലമ്മ. ఇక్కడ నుండి వెళ్ళిపోతే. ఇక్కడ ഞൊണ്ടിയോ? എന്താ? ఇక్కడ నుండి వెళ్ళిపోతే. ఇక్కడ ഞൊണ്ടി వెళ్ళిపోతే. സമുദ്ര ഓടി മിഞ്ചി പാടി അതെ, അതേ ഒന്നുകൂടെ വിളിച്ചോട്ടെ. ఇక్కడ വേണ്ടി వెళ్ళిపోతే. సముద్ర ఓడి మించి పాడి పాడి. సముద్ర ఓడి మించి పాడి పాడి. పగులు చచ్చిపోతాను. తగులి చచ్చిపోతాను.
ആരാടിയത്? അമ്മയുടെ തെലുങ്കിലുള്ള അമ്മയുടെ മറ്റേ പുറത്തുനിന്നുള്ള സംഭവം. ഓക്കെ 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 ഓക്കെ. അമ്മ പിലുത്തിനേനു വെള്ളുത്ത ചിന്നയ്യ. ഇതാരാ പറയണ്ടത്? പെണ്ണ് അമ്മ അമ്മ എന്നെ വിളിക്കുന്നു, ഞാൻ പോട്ടേന്നാണ് ആ, തെലുങ്കിൽ. അമ്മ എന്നെ വിളിക്കുന്ന പോട്ടെ. അമ്മ പിലുത്തിനേനു വെള്ളുത്ത ചിന്നയ്യ. അമ്മ പിലുത്തിനേനു വെളുത്ത ചിന്നയ്യ. എന്നാ പോയി വാ വെളുത്തമ്മ. നിന്നെ ഒದ್ದಾണ്ടി പൊക്കോളാം. ഇതെങ്ങനെയെങ്കിലും ഞാനൊന്ന് പിടിച്ചെടുക്കണം. നീ പാട്ട് പോയ പാട്ട് കൂടി. പാട്ട് 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 കൊണ്ട് പാട്ട് അഭിനയിച്ചോ. മനവിലെ മൈനേ രാവേ സക്കരാഗില്ലി ഇവേ നീ പ്രിയ ఉద్యానమూలు ఎవరిడు తెలుసుతున్నావే ఆవే మనవిలే మైనే రావే. ഇത് കലക്കും. ഇനി ഒറ്റൊരു സംഭവമേ ഉള്ളൂ. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ജോർജ് വാഷിംഗ്ടൺ. അതെങ്ങനെ നിങ്ങളുടെ പേര് വെക്കാൻ പറ്റും? അല്ല ശരിക്കും ഈ ഇത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. കാരണം ചെമ്മീൻ എന്ന് പറഞ്ഞ തകഴി സാറിന്റെ കഥയും രാമു കരിയാട്ട് സാറൊക്കെ സംവിധാനം ചെയ്തതാണ്. അതെങ്ങനെ ശരിയാവാ? എന്റെ മുതലാളി കാശ് മുടക്കിയ മുതലാളിക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? ചെമ്മീൻ എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ പേര് ഒരിക്കലും വെക്കാൻ പറ്റില്ല. പിന്നെ മാറ്റിക്കോ, ഉണക്കമീനായിക്കോ. അതെ. ഒരു കാര്യം, ഇയാൾ ശരിയല്ല എന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. അത് ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിൽ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയത്? അത് ശരി. അത് പറയ്. ഇല്ല, ന്യൂയോർക്കിൽ അതൊന്നും പറയണ്ട. താൻ വന്നുടനെ പറഞ്ഞു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് തന്നെ അറിയില്ല. ശരിക്കും എനിക്ക് കള്ളത്തരമായിട്ട് ഇവിടെ വലിഞ്ഞു കയറിയിരിക്കണല്ലേ ചാപ്പാടടിക്കാൻ. പറയും. ന്യൂയോർക്കിലെ സ്റ്റേജില് കൈ ഇങ്ങനെയാക്കി കാണിച്ച് അങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കാണിച്ചില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചില്ലേ? എടോ, അത് ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞ എല്ലാരും ഇങ്ങനെ വിഷ് ചെയ്യും. എന്നെ നോക്കിയിട്ടല്ലേ കാണിച്ചത്? അത് തന്നെ നോക്കിയിട്ടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അപ്പൊ മുട്ടായി വലിച്ചെറിഞ്ഞപ്പോ ഫസ്റ്റ് മുട്ടായി എനിക്കല്ലേ കിട്ടിയത്? എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഓരോ ഇടങ്ങേറുകൾ കയറി വരുവാണ്. അത് ശരി. നിന്നെ വെച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു പടം തെലുങ്കിൽ ഹിറ്റാക്കാന്ന് വെച്ചപ്പോ നീ എന്നെ പഠിപ്പിക്കാം. ശരി, എന്റെ സാറ് നിങ്ങളെ സൂപ്പർ സ്റ്റാർ സാറ് നേരത്തെ കിട്ടിയത് ഓർമ്മയില്ല. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. புன்னகை வீசிடும் பார்வைகள் அழகு, வார்த்தைகள் தீர்கையில் மௌனங்கள் அழகு, நன்மைக்கு சொல்லிடும் பொய்களும் அழகு, உண்மையில் அதுதான் மெய்யாய் அழகு. கமத நிசா நிரிசா. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. കറുത്ത പക്ഷികൾ എന്നുള്ള ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് നമ്മൾ മാളവികയെ കണ്ടത്. അതിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റൊരു സ്റ്റേറ്റ് അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? 2011-12 ഊമക്കുയിൽ പാടുമ്പോൾ. ആരായിരുന്നു ഡയറക്ടർ? പുതിയൊരാളായിരുന്നു, സിദ്ദിഖ് ചേന്നമംഗല്ലൂർ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ 2 സംസ്ഥാന അവാർഡ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അവാർഡ് കിട്ടിയോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം ആവുന്നതേ ഉള്ളൂ അല്ലേ? എന്തായാലും അവാർഡ് കിട്ടട്ടെ, 2 പേർക്ക് അവാർഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷേ നമുക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഗാനം ഇവിടെ പാടണം. അതെ. ആർക്കാണ് നാഷണൽ അവാർഡ്? നാഷണൽ അവാർഡ് കിട്ടിയത് നമ്മുടെ ഗായകൻ ഉണ്ണികൃഷ്ണൻ സാർ. അദ്ദേഹത്തിന്റെ മകൾ ഉത്തര ഉണ്ണികൃഷ്ണന് ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സൈവം എന്ന ചിത്രത്തിലെ ഗാനം, അഴകെ എന്നുള്ള ആ ഒരു ഗാനം സിംഗർ കൂടിയായ നമ്മുടെ യുവനടി, യുവ എന്ന് പറയാറായിട്ടില്ല, 12th പഠിക്കുന്നത്. അപ്പൊ സംസ്കൃതി ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പാടും. ഗമദ നിസ നിരിസ. അഴകേ അഴകേ ഏതവും അഴകേ, അൻപിൻ വിഴിയിൽ എല്ലാം അഴകേ, മഴை மட்டுமா அழகு, சுடும் வெயில் கூட ஒரு அழகு.
വാർത്തകൾ തീർകയിൽ മൗനങ്ങൾ അഴക് നന്മയ്ക്ക് ചൊല്ലിടും പൊയ്കളും അഴക് ഉണ്മയിൽ അതുതാൻ മെയ്യായ അഴക് ഗമഗനിസ നിരിസ ഗമഗനിസ ഗരിസ. താങ്ക് യു. ഒരു ഗായികയൊന്നും അല്ല, എന്നാലും ഉള്ള രീതിയിൽ നമ്മളെ പാടാൻ പറഞ്ഞുകൊണ്ട് പാടിയല്ലേ. എന്തായാലും നന്നായിട്ട് പാടി, കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. ഇത്രയും നേരം നല്ല ഡാൻസ് കളിച്ചു, നിങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. എല്ലാത്തിനും ഒരുപാട് സന്തോഷം. ഇനിയും രണ്ടുപേർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടട്ടെ. സുരായേട്ടാ, ആ കാര്യം ചോദിച്ചില്ല. ഏതാ? ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ ഏതാണ്? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് അവിടെ ഇരുന്ന് ചിരിച്ചില്ലേ കുറെ സമയം. ഇപ്പൊ 2 വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലല്ല, വളരെ നല്ല ഷോ ആയിരുന്നു, കുറേ എൻ്റർടൈൻ ചെയ്തു. അതിന് സുജാരനു താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് വീട്ടിൽ ഉള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാത്രി കുറച്ച് നേരം വീട്ടുകാരായിട്ട് ഇരുന്ന് ഇങ്ങനെ ചിരിക്കാനുള്ള ഒരു ഷോ ആയി. അങ്ങനെ ഒരു അത്രയും നല്ല എന്താ പറയുക, ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമുക്ക് ചിരിക്കണം. ചിരിക്കുക എന്താ പറയുക, ഹാപ്പിനെസ് ആണ് നമുക്കെല്ലാം. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊരു ഷോ കാണുക, എല്ലാം കൂടെ ഇരുന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ്. ഇതിൽ വന്ന് പങ്കുചേരാന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്ന് ഈ വേദി മഹനീയമാക്കി. ഒരുപാട് സന്തോഷം. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. ഇനി ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ സൈനിങ് ഓഫ് തുളു ഭാഷയിൽ പറയണം. തുളു അല്ലല്ലോ, സോറി, കൊങ്ങിണി. എന്നോട് പൊറുക്കണം, കൊങ്ങിണി ഭാഷയിൽ പറയും. തുളു ഭാഷയിൽ അറിയോ? അതായത് പറയേണ്ടത് ഇതാണ്, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നമുക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതോടുകൂടി പരിപാടി തീർന്നെന്ന് പറയരുത്. അടുത്ത ദിവസം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ആച്ചേ ഹസുച്ചായി എപ്പിസോഡ് അങ്ങ് ചത്തത്ത്. ബാക്കി ഞാൻ പറയാം. ഭായ് ദിക്കു എന്ന് വെച്ചാ നാളെ കാണാം. ഗുഡ് നൈറ്റ്. എനിക്കും അറിയാം, ഞാനും പഠിച്ച് കൊങ്ങിണി.